വീരപ്പനും കായംകുളം കൊച്ചുണ്ണിയും വരെ നാണിച്ച് തല താഴ്ത്തുന്ന തരത്തിലുള്ള പെരും കള്ളന്മാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കാർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പല കള്ളക്കടത്ത് കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. മാഫിയ സംഘവും രാഷ്ട്രീയ പാർട്ടികളും ഒന്നു ചേർന്നാൽ പല പല വൃത്തികേടുകളും നമുക്കിവിടെ പ്രാവർത്തികമാക്കിയെടുക്കാൻ പറ്റും. എന്നാൽ ശബരിമലയിലെ അയ്യപ്പനോട് ഈ ഒരു ചതി കാണിക്കാൻ ഇവർക്ക് എങ്ങനെ മനസ്സ് വന്നു? ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു ലോക ഉഡായിപ്പിന്റെ മുഖമാണ് എല്ലാ മാധ്യമങ്ങളിലും 2 ദിവസമായിട്ട് നിറഞ്ഞു നിൽക്കുന്നത്. ഇയാൾ ചെയ്ത അത്രയും വൃത്തികെട്ട കാര്യങ്ങളാണ് പുറത്തേക്ക് അതിഭയാനകമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിലെ കാർമ്മികത്വം വഹിക്കുന്ന ആരും തന്നെയല്ല ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആള്. പക്ഷെ ഇയാൾ അറിയപ്പെടുന്നത് ശബരിമലയുടെ കവാടം എന്ന നിലയിലാണ്. അത്രയധികം സ്വാധീനമുണ്ട് ഇയാൾക്ക് ശബരിമല എന്ന ആ ഒരു സ്ഥലത്ത്. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ വരെ സ്വന്തമായിട്ടുള്ള ആളാണ് ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന വ്യക്തി. ചുരുക്കി പറഞ്ഞാല് ഈ ഒരു ഉണ്ണികൃഷ്ണൻ കള്ളപ്പോറ്റിയുടെ അത്രയും സ്വാധീനം ശബരിമലയിലെ തന്ത്രിക്ക് പോലുമില്ല. ഇയാളൊന്ന് മനസ്സ് വെച്ചാല് ശബരിമലയിൽ എന്ത് വൃത്തികേടും നടത്തിയെടുക്കാം എന്ന രീതിയിൽ വരെ ആയിട്ടുണ്ട് കാര്യങ്ങൾ. നമ്മളെല്ലാവരും ഒരു 2 ആഴ്ച മുമ്പ് കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞിട്ട് കേരള മുഖ്യമന്ത്രി സംഘടിപ്പിച്ചിരുന്ന ഒരു പ്രോഗ്രാം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പന്തളത്തും ഒരു അയ്യപ്പ സംഗമം ഇവര് അതായത് അയ്യപ്പന്റെ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ സംഗമിക്കാൻ വേണ്ടിയിട്ട് ഒരു പന്തളത്ത് ഒരു അയ്യപ്പ സംഗമം വെച്ചിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി 7 കോടി ചെലവാക്കി നടത്തിയ ഈ ഒരു പ്രോഗ്രാമിലെ കസേരകൾ ഭൂരിഭാഗവും കാലിയായിരുന്നു. പക്ഷേ പന്തളത്ത് നടന്ന ഈ ഒരു അയ്യപ്പ സംഗമത്തില് കേരളത്തിലുള്ള ഒട്ടുമിക്ക ജില്ലകളിലെ ആൾക്കാരും വണ്ടി വിളിച്ച് വരെ അവിടെ വന്ന് ആ ഒരു സംഗമത്തിൽ പങ്കുചേർന്നിട്ടുണ്ടായിരുന്നു. ഇതിലൂടെ ഒരു കാര്യം മനസ്സിലായി കിട്ടിയിരുന്നു ജനങ്ങൾക്ക്. അതായത് ഈ ഒരു ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി നടത്തിയിരുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക, അവരുടെ രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു അയ്യപ്പ സംഗമം നടത്തിയിരുന്നത് എന്ന് അന്ന് ജനങ്ങൾ വിചാരിച്ചിരുന്നു. പക്ഷേ അതല്ല, അതിനപ്പുറമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇപ്പോഴാണ് 2 ദിവസമായിട്ടാണ് മാധ്യമങ്ങൾക്കെല്ലാം ന്യൂസും കാര്യങ്ങളും കിട്ടിയിട്ടുള്ളത്. അതായത് ഈ ഒരു ശബരിമലയിൽ എന്തെങ്കിലും പുനർനിർമ്മാണമോ മറ്റോ പൈസയ്ക്ക് ആവശ്യമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് 5 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ സ്പെഷ്യലായിട്ട് ഈ ഒരു അമ്പല കമ്മിറ്റിക്കാർക്ക് ഹൈക്കോർട്ടിൽ നിന്ന് ഇതിനുള്ള ഓർഡർ വാങ്ങിയെടുക്കണം. എന്നിട്ട് മാത്രമേ ഈ ഒരു നിർമ്മിതിയിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. പക്ഷേ അവിടെ ആ ഒരു ഓർഡർ കോടതിയിൽ നിന്ന് വാങ്ങിയെടുത്താൽ ഇതിനുള്ളിലൂടെ ഇവർക്ക് ഈ ഒരു ഭാരവാഹികൾക്കൊന്നും തന്നെ കിട്ടില്ല. അപ്പോൾ തങ്ങളുടെ കയ്യിൽ കുറച്ചെങ്കിലും പൈസ വരാനായിട്ട് ഇവർ കണ്ടെത്തിയ ഒരു പരിപാടിയാണ് സ്പോൺസേഴ്സിനെ ഉള്ളിൽ കൊണ്ടുവരിക. അപ്പോൾ മൊത്തം പണവും ഈ ഒരു അമ്പലത്തിൽ നിന്ന് എടുക്കണ്ട, സ്പോൺസേഴ്സ് തരുന്നു എന്ന രീതിയിൽ ജനങ്ങളുടെയും ഈ ഒരു കോടതിയുടെയും കണ്ണിൽ പൊടിയിട്ട് ഇതിൽ നിന്ന് ഈ ഒരു പുനർനിർമ്മിതി എന്ന് പറഞ്ഞ് എടുക്കുന്ന കാര്യങ്ങളിൽ നിന്ന് എടുക്കുന്ന പൈസകളിൽ നിന്ന് ഇവർക്ക് കൈയിട്ട് വാരാം എന്നുള്ള രീതിയിലാണ് ഇവരിവിടെ കൊള്ളയടിച്ചുകൊണ്ടിരുന്നത്. അത് മാത്രമല്ല, ഇവിടെ ഓരോരോ പുനർനിർമ്മാണത്തിന് എന്ന് പറഞ്ഞിട്ട് ഓരോരോ സംഭവങ്ങൾ പുതിയതായിട്ട്, ഈവൻ കൊടിമരം വരെ പുതിയതായിട്ട് വെക്കുമ്പം പഴയത് എവിടെ പോയി എന്നുള്ളത് ഒരാളും തിരക്കാറില്ല. പക്ഷേ പഴയതും കൂടി കൂട്ടിയിട്ടാണ് ഈ ഒരു പുതിയത് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളത് അവരുടെ ഒരു അവകാശവാദമാണെങ്കിൽ പോലും പല സംഭവങ്ങളും ഈ ഒരു പുനർനിർമ്മാണത്തിന് വേണ്ടി കൊണ്ടുപോകുന്ന സ്ഥലത്തെത്തുമ്പോൾ പല സംഭവങ്ങളും മിസ്സാവാറാണ് പതിവുള്ളത്. അതൊക്കെ ഈ ഒരു ഭാരവാഹികൾ അടിച്ചു മാറ്റാറാണ് പതിവുള്ളത്. അങ്ങനെ പല പല കോടികളാണ് ഇവരുടെ സ്വന്തം പോക്കറ്റിലേക്ക് വന്ന് നിറഞ്ഞിട്ടുള്ളത്. ശബരിമലയിലെ കൊടിമരമടക്കം ഇടയ്ക്കിടയ്ക്ക് പുതുക്കി പണിയാറുണ്ട്. അങ്ങനെ പുനർനിർമ്മാണത്തിന് വേണ്ടി എടുക്കുമ്പോൾ പഴയ കൊടിമരത്തിലുള്ള തങ്കവും വജ്രവും അങ്ങനെയുള്ള വിലപിടിപ്പുള്ള പല സംഭവങ്ങളും ഇതിൽ നിന്ന് മിസ്സാവാറാണ് പതിവുള്ളത്. അതൊന്നും എവിടെയും പോകുന്നതല്ല, ഈ ഒരു ഭാരവാഹികളുടെ പോക്കറ്റിലേക്കാണ് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഒരുപാട് ആനബുദ്ധിയൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ ശബരിമലയിലെ പല പല സാധനങ്ങളും ഇടയ്ക്കിടയ്ക്ക് പൊള്ളിച്ച് പണിയുന്നത് ഒരു സ്ഥിരം പരിപാടിയാക്കി എടുത്തിട്ടുണ്ട്. അതിലൂടെയാണ് ഇവിടുത്തെ കൊള്ളകൾ മൊത്തം നടക്കുന്നത്. ഇപ്പോഴാണ് ഇതെല്ലാം വെളിച്ചത്ത് വരുന്നത്.
അപ്പോൾ സ്വാഭാവികമായിട്ട് പഴയത് എവിടെ പോയി എന്നുള്ള ചോദ്യം ആരും ചോദിക്കാറില്ല. കാരണം പഴയത് പുതുക്കിയാണല്ലോ പുതിയത് എടുക്കുന്നത് എന്നുള്ള രീതിയിലാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത്. ഈ ഒരു കണക്കില്ലാത്ത സ്വർണവും പണവും എല്ലാം വരുന്നത് എവിടെ നിന്നാണ്? ഈ ഒരു അയ്യപ്പ ഭക്തന്മാര് അയ്യപ്പനെ കാണാൻ വരുമ്പോൾ കൊടുക്കുന്ന ലക്ഷക്കണക്കിനും കോടിക്കണക്കിനുമുള്ള നേർച്ചകളിൽ നിന്നാണ് ഈ ഒരു സംഭവങ്ങളെല്ലാം ഇവര് അടിച്ചു മാറ്റിയെടുക്കുന്നത്. കൊടിമരത്തിന് വേണ്ടിയിട്ട് 30 കിലോ സ്വർണമാണ് വിജയ് മല്യ എന്ന് പറയുന്ന വ്യക്തി കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു 30 കിലോയും ഇവിടെ അടിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. ഒരു കാര്യം ഓർക്കണം, ഇതെല്ലാം കേരളത്തിലെ അകത്തും പുറത്തുമുള്ള ഒരുപാട് ജനങ്ങളുടെ വിയർപ്പാണ് ഇവർ ഈ കൊള്ളയടിച്ച് തിന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഭക്തരായിട്ടുള്ള അയ്യപ്പ ഭക്തന്മാര് ഈ ഒരു അയ്യപ്പന് മുമ്പിൽ കൊടുക്കുന്ന നിവേദ്യമാണ്. അതായത് തങ്ങളുടെ ഈശ്വരത്തിന് വേണ്ടി അയ്യപ്പൻ ഇത്രയും കനിഞ്ഞല്ലോ എന്ന് കരുതി അവരുടെ ആ ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ട് അയ്യപ്പന് കൊടുക്കുന്ന നിവേദ്യമാണ് ഇവരിങ്ങനെ അടിച്ചു മാറ്റിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു അധികാരികൾ ഇങ്ങനെ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് അവര് പുറത്തു നിന്ന ആൾക്കാർ വിചാരിച്ചാൽ മാത്രം മതിയാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള ആൾക്കാരെ ഇവര് വിലയ്ക്ക് വാങ്ങും. അപ്പം ഒരു വീതം ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും പോകും. മനസ്സിലായില്ലേ? ഇതുപോലെയാണ് ഇവിടെ അധികാരികളും ശബരിമലയിലുള്ള ആളുകളും തമ്മിലുള്ള ടൈയപ്പും കൊള്ളയടിയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ അയ്യപ്പന്റെ ഉടുവസ്ത്രം പോലും ഉരിഞ്ഞു കൊണ്ടുപോകാൻ മടിയില്ലാത്ത ആൾക്കാരാണ് ഇവര്. പുനർനിർമ്മിതി എന്ന് പറയുന്ന പേരില് പഴയതൊക്കെ അഴിച്ചു മാറ്റുക, അതിൻ്റെ കൂടെ ഒരു അടിച്ചു മാറ്റുക, ഭക്തന്മാരുടെ കയ്യിൽ നിന്നും വീണ്ടും പിരിച്ചെടുക്കുക. പുനർനിർമ്മിതി എന്ന് പറഞ്ഞ് പുതിയത് അവിടെ സ്ഥാനം പിടിക്കുന്നു. 6-7 മാസങ്ങൾ കഴിയുമ്പം അല്ലെങ്കിൽ ഏറിപ്പോയാൽ 1 വർഷം കഴിയുമ്പം വീണ്ടും ഇവർ പുനർനിർമ്മിതി ചെയ്യുന്നു, അവരുടെ പോക്കറ്റിലേക്ക് നിറയ്ക്കുന്നു. ഇത് തന്നെ ഇവിടെ സ്ഥിരം നടന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ വലിയ രീതിയിൽ കൊള്ളയും കടത്തുമൊക്കെ നടത്തിയിട്ട് ഈ ഒരു അധികാരികൾ ഈ ഒരു പടങ്ങളെല്ലാം വെച്ചിട്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും മറ്റും ചെയ്തുകൊണ്ട് തങ്ങളുടെ ഭാവി അല്ലെങ്കിൽ തങ്ങളുടെ മക്കളുടെ ഭാവി, തങ്ങളുടെ ജനറേഷൻ്റെ ഭാവിയെ അവിടെ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ്. ഇവർക്ക് എവിടെ സമൂഹത്തെ സ്നേഹിക്കാനും അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനും ഒക്കെ സമയം എവിടെ? ഒരിക്കലും ഇവർക്ക് അതിനുള്ള സമയമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്നവരെ ഫോട്ടോകളാണ് ഇപ്പം മാധ്യമങ്ങളിലെല്ലാം ചർച്ചയായി മുന്നോട്ട് പോകുന്നത്. ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം ഇവിടെ കുറ്റം പറയാൻ പറ്റില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ ഇത്രയും അധികം വലിയൊരു സ്ഥാനത്ത് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഈ ഒരു അമ്പലത്തിന്റെ ഭാരവാഹികളും ഉത്തരം പറയണം. കാരണം അവരറിയാതെ, അവരും കൂടി അറിയാതെ ഇതൊന്നും നടക്കില്ല. അപ്പം അവരുടെ പോക്കറ്റിലേക്കും ഈ ഒരു ഭക്തരുടെ സംഭാവനകൾ ചെന്ന് നിറയുന്നുണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അവരും ഈ ഒരു കള്ളക്കടത്തിന് കൂട്ടു നിൽക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായി. പിന്നെ ഈ ഒരു ഭാരവാഹികളിൽ പലരും, അതായത് ദേവസ്വം ബോർഡിലുള്ള പലരും ഇതിനടിമയായിട്ടും ഉണ്ടാവും. കാരണം അവർക്കും കൃത്യമായിട്ടുള്ളൊരു വീതം കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ട് അവർക്ക് ഇതാരോടും പറയേണ്ട ആവശ്യമില്ല. അവരുടെ കുടുംബവും ഭദ്രമായിട്ട് മുന്നോട്ട് പോകുന്നു. എന്ത് പറയാനാണല്ലേ? ചുരുക്കി പറഞ്ഞാല് ശബരിമല പോലും ഇപ്പോൾ സുരക്ഷിതമല്ല. ഭഗവാന്റെ അടിവസ്ത്രം വരെ ഇവര് ഇങ്ങനെ പോയാൽ അടിച്ചു മാറ്റും ഈ ഒരു CPM-കാര്. ഇപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമം ഇവർ നടത്തിയതെന്ന്? ഭക്തരുടെ കണ്ണിൽ പൊടിയിട്ട് ഈ ഒരു കൊള്ള, അതായത് ഈ ഒരു പണക്കൊള്ള മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അധികമായിട്ട് ഊർജം കൊള്ളാനായിട്ടാണ്. അതായത് ഇവർക്ക് അയ്യപ്പനുമായിട്ട് അല്ലെങ്കിൽ ശബരിമലയുമായിട്ട് അത്രയധികം ബന്ധമുണ്ടെന്ന് സ്ഥാപിച്ചെടുക്കാനും അവര് ശബരിമലയുടെ മുന്നോട്ടുള്ള, അതായത് ശബരിമലയെ മുന്നോട്ട് നല്ല രീതിയിൽ വഹിക്കാനായിട്ട് ഒരുപാട് ഇവർ പ്രയത്നിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഇവർക്ക് ഈ കൊള്ള നടത്താനായിരുന്നു, കൊള്ള മുന്നോട്ട് നല്ല രീതിയിൽ ഊർജ്ജസ്വലമായിട്ട് നടത്താനായിരുന്നു ഈ ഒരു ആഗോള അയ്യപ്പ സംഗമം എന്ന് തന്നെ വേണം നമുക്കിവിടെ അടിച്ചു പറയാനായിട്ട്. ഇങ്ങനെ ദൈവത്തെ വരെ വിറ്റു തിന്നുന്ന അധികാരികളെ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്കൊക്കെ ദൈവകോപം ഉണ്ടാവില്ലേ? അയ്യപ്പന്റെ കോപം ഉണ്ടാവില്ലേ? അതൊക്കെ നിങ്ങളുടെ തലമുറകളെ പോലും വെറുതെ വിടില്ല. ഇതൊന്നും നിങ്ങൾക്കറിയില്ലേ? വീരപ്പനും കായംകുളം കൊച്ചുണ്ണിയും പോലും നാണിച്ച് മുഖം താഴ്ത്തുന്ന അത്രയധികമുള്ള പെരുങ്കള്ളന്മാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ ആർക്കെങ്കിലും അത് നിഷേധിക്കാൻ പറ്റുമോ? എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് കയറി നോക്കിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും വീഡിയോസ് ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.